ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കാണ് പിന്തുണ കൂടുതലും. ഇതോടെ പാകിസ്ഥാനും ചൈനയും ഒറ്റപ്പെടുകയാണ്. ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദി മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾക്ക് ബ്രിട്ടൻ പിന്തുണ നൽകുന്നതോടെ കളി മുഴുവൻ ഇന്ത്യയുടെ കയ്യിലാകും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ വിഷയം വരുമ്പോൾ പിന്തുണയ്ക്കുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അസറിന് നേരെ ഫ്രാൻസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രമേയം അവതരിപ്പിക്കുമെന്നും ഇന്ത്യയെ അറിയിച്ചിരുന്നു. ഇത് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ വിജയം തന്നെയാണ്. കാശ്മീരിലെ പുൽവാമയിൽ 40 ഇന്ത്യൻ പാരാമിലിറ്ററി സൈനികർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടത്തിയത് മസൂദ് അസറിന്റെ ഭീകരവാദ സംഘടന ജെയ്ഷെ മുഹമ്മദ് ആണെന്നും ഇയാൾ പാകിസ്ഥാനിലുണ്ടെന്നുമാണ് ഇന്ത്യ ആരോപിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഫ്രാൻസ് ഇന്ത്യക്ക് പിന്തുണ നൽകിയത്. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടനും നിലപാട് വ്യക്തമാക്കിയത്. ആഗോള ഭീകരനായി അസറിനെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ പലവട്ടം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇത് ചൈന പലപ്പോഴായി തടഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവും ചൈന ഈ നിലപാട് തുടർന്നു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെയും മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നത് ജെയ്ഷെ തലവൻ മസൂദ് അസറിനെയാണ്. രോഗാവസ്ഥയിൽ കഴിയുന്ന അസർ പാകിസ്ഥാൻ സർക്കാർ പിന്തുണ നൽകുന്ന ജിഹാദി ഗ്രൂപ്പുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ കഴിഞ്ഞ 4 യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഒളിത്താവളം ഒരുക്കിയിരുന്ന കൊടും ഭീകരൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് വിലക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ രക്ഷാ കൗൺസിൽ അവതരിപ്പിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ നയതന്ത്ര ഉപദേശകൻ ഫിലിപ്പി എറ്റിനെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ടെലിഫോണിൽ വിളിച്ച് ഈ സുപ്രധാന നീക്കം അറിയിക്കുകയായിരുന്നു. പാരീസിൽ തുടർന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടോക്കൺ ഫോഴ്സിന്റെ യോഗത്തിൽ പാകിസ്ഥാനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നും ഫ്രാൻസ് പ്രതിനിധി അറിയിച്ചു. ഇപ്പോൾ ഈ സംഘടനയുടെ കരിമ്പട്ടികയിലാണ് പാകിസ്ഥാൻ. ആ പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ ശക്തമാക്കുമ്പോഴാണ് UN രക്ഷാസമിതി അംഗം കൂടിയായ ഫ്രാൻസ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചത്. മസൂദ് അസറിനെ നിരോധിക്കുന്ന പ്രമേയത്തെ ചൈന എതിർക്കാൻ സാധ്യതയുണ്ടെന്ന ബോധ്യത്തോടെയാണ് ഫ്രാൻസിന്റെ നീക്കമെന്നാണ് പാരീസിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുന്നത്. ഭീകരതയെ ചെറുക്കാൻ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയ്ക്ക് പരിധികളില്ലെന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. ഇന്ത്യയിലെ പുതിയ ഇസ്രയേൽ സ്ഥാനപതി ഡോക്ടർ റോമൻ മാൽക്കയാണ് നിലപാട് ആവർത്തിച്ചത്. ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്താണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നോട് പറഞ്ഞെന്ന് ഡോക്ടർ റോമൻ പറഞ്ഞു. ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് അറിയിച്ചിരുന്നു. ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയ്ക്ക് ഉപാധികളും പരിമിതികളും ഇല്ലെന്നാണ് നെതന്യാഹു പ്രസ്താവിച്ചതെന്നും ഡോക്ടർ റോൺ പറയുന്നു. പുൽവാമ ഭീകരാക്രമണത്തിലെ സംഘം തയ്യാറെടുക്കുന്നതിന് വെറും 8 ദിവസം മുമ്പ് അസർ തന്റെ സംഘടനയിലെ അംഗങ്ങൾക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു. താഴ്ന്ന ശബ്ദത്തിൽ അയച്ച സന്ദേശത്തിൽ തന്റെ അന്തരവനായ ഉസ്മാന്റെ മരണത്തിന് പകരം വീട്ടണമെന്നായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സുരക്ഷാ സൈനികർ ഉസ്മാനെ വധിച്ചത്. നിലവിൽ സംഘടനയുടെ കരിമ്പട്ടികയിലാണ് പാകിസ്ഥാൻ. ആ പട്ടികയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ ശക്തമാക്കുമ്പോഴാണ് UN രക്ഷാസമിതി അംഗം കൂടിയായ ഫ്രാൻസ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചത്. മസൂദ് അസറിനെ നിരോധിക്കുന്ന പ്രമേയത്തെ ചൈന എതിർക്കാൻ സാധ്യതയുണ്ടെന്ന ബോധ്യത്തോടെയാണ് ഫ്രാൻസിന്റെ നീക്കമെന്നാണ് പാരീസിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.